ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധ്യാൻ ദേവു. ഇന്ന് ഞാൻ വീട്ടിലുണ്ടായ ഒരു ഇളവൻ്റെ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, എൻ്റെ വീട്ടിലുണ്ടായ ഇളവനാണ്. ചെറിയൊരു നല്ല മൂത്തിട്ടൊന്നുമില്ല, ചെറിയൊരു ഇളവനാണ്. ഞാൻ കുഴിച്ചിട്ടൊന്നുമല്ല, താനേ ഉണ്ടായതാണ്. അപ്പോൾ അതാ ഇത്ര വലിപ്പമേ ഉള്ളൂ, കണ്ടോ. അപ്പോൾ അതെടുത്തൊന്നൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നല്ല വലിപ്പമൊന്നുമില്ല, ചെറുതാണ്. കണ്ടോ, ഞാനത് കട്ട് ചെയ്തു. ചെറിയ കുരുക്കെ ആയിട്ട് കണ്ടോ, നല്ല ഇളയതാണ്. അപ്പോൾ ഈ ചെറിയൊരു കഷ്ണം കൊണ്ടാണ് ഞാൻ ഇന്ന് കറി വെക്കുന്നത്. കണ്ടോ, ചെറിയ വിത്തായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പരിപ്പാണ്. അത് 2 മണിക്കൂർ മുമ്പേ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. പരിപ്പ് കുതിർത്താൽ നമുക്ക് വേഗം വെന്ത് കിട്ടും. പിന്നെ നമുക്ക് ഗ്യാസിൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പരിപ്പ് കഴിച്ചാൽ ഉണ്ടാവില്ല. അപ്പോൾ 2 മണിക്കൂർ മുമ്പേ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ പരിപ്പും ഇളവനും കൂട്ടിയിട്ടുള്ള നല്ലൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ധ്യാൻ ദേവു എന്നുള്ള ചാനൽ സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പോൾ പരിപ്പ് വെള്ളത്തിലിട്ട് നമുക്ക് കഴുകിയിട്ടൊരു പാത്രത്തിലേക്ക് ആക്കാം. കണ്ടോ, നന്നായി കുതിർത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, കുറച്ച് പരിപ്പേ ഉള്ളൂ. ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇളവന് ആവശ്യമായിട്ടുള്ള അത്രയ്ക്ക് അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കഴുകി പാത്രത്തിലേക്ക് മാറ്റാം. കഴുകിയിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചത്, എങ്കിലും നമ്മൾ ഈ വെള്ളം എടുക്കുന്നില്ല. നമുക്ക് വേറെ വെള്ളം എടുക്കാം. കണ്ടോ, ഇത്രയും പരിപ്പാണ് ഞാൻ ഇവിടെ എനിക്ക് കറിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പരിപ്പും ഇളവനൊക്കെ ഇതിൻ്റെ അളവ് കൂട്ടാം. ഇത് ഇത്രയ്ക്കും പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇങ്ങനെ അരിഞ്ഞ് വെച്ചത് നോക്കൂ. എന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇത് എത്ര കനത്തിലാണ് ഞാൻ ഇളവൻ അരിഞ്ഞെടുത്തത്, കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനം എന്ന് വെച്ചാൽ ഒരു മുറി തേങ്ങ, ഒരു തക്കാളി, കുറച്ച് ഉപ്പ്, പിന്നെ പച്ചമുളകും. എരിവിന് ആവശ്യമായിട്ടൊരു പച്ചമുളകാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ വേറെ മുളക് നമ്മൾ ചേർത്തുന്നുണ്ട്, അതുകൊണ്ട് പച്ചമുളക് ഒരുപാട് വേണ്ട. പിന്നെ മഞ്ഞൾ, കുറച്ച് ആവശ്യത്തിനുള്ള മഞ്ഞൾ. ഇനി ഇതൊക്കെ ഞാൻ മുറിച്ച് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും സാധനങ്ങളാണ് കഷ്ണമായിട്ട് ഞാൻ എടുത്തത്. ഇളവൻ നന്നായി അത്ര നല്ല കട്ടിയിലൊന്നും അരിഞ്ഞിട്ടില്ല. ഇപ്പോൾ ആകെ വലിപ്പത്തിൽ കുറച്ച് വേവ് കുറവാണ്, അതുകൊണ്ട് നല്ല ചെറുതാക്കിയല്ല. കണ്ടോ, അതേ വലിപ്പത്തിലാണ്. ഇനി മഞ്ഞൾ, ഇത്രയും സാധനങ്ങളാണ് ഈ കറിക്ക് ആവശ്യമുള്ളത്. തക്കാളി, പച്ചമുളക്, ഒരു സ്പൂൺ മുളക് വേണം. ഒരുപാട് എരിവൊന്നും ആവാൻ പാടില്ല, അതിന് പാകത്തിലുള്ള എരിവ് എടുക്കണം. മഞ്ഞൾ, ഉപ്പ്, തക്കാളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് ഈ കറിക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ഇളവൻ നമുക്ക് ഈ കുക്കറിലേക്ക് മാറ്റാം. കണ്ടോ, ഇളവനിൽ കുറച്ച് ജലാംശമുള്ളൊരു ഭക്ഷണമാണ്, അല്ലെങ്കിൽ ഒരു സാധനമാണ് ഇളവൻ. വെള്ളരി, കക്കിരി ഇതൊക്കെ അതിൽ ജലാംശമുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ഇത് വേവിക്കുമ്പോൾ ആവശ്യമില്ല. ഇതിനനുസരിച്ച് വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണം. നമുക്കിതിൻ്റെ കൂടെ പരിപ്പും ചേർക്കാം. കുതിർന്നത് കൊണ്ട് പരിപ്പ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതിൽ കുറച്ച് വെള്ളം നമുക്ക് ഇളവനിലുണ്ടാവും. ഒരുപാട് വെള്ളം വേണ്ട ആവശ്യമില്ല. അത് മുങ്ങാൻ പാകത്തിലുള്ള വെള്ളം മതി. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. ഒരുപാട് തക്കാളി ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് മഞ്ഞളും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ചേർക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത മുളകും ചേർത്ത് കൊടുക്കാം. നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, മുങ്ങാൻ പാകത്തിലുള്ള വെള്ളയും ഞാൻ വെച്ചിട്ടുള്ളൂ. കണ്ടോ, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരുപാട് ഉപ്പ് ആവശ്യമില്ല, നമുക്ക് വെന്ത് കിട്ടാൻ മാത്രമുള്ള ഉപ്പ് മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ കറി. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.
ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കറി ഉണ്ടാക്കി നല്ല രുചി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ സന്തോഷം. നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇനി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിന് എത്ര കുതിർത്തിയതുകൊണ്ടൊക്കെ 2 വിസിലിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ കണ്ടോ, ഒരു വിസിൽ കഴിഞ്ഞ് രണ്ടാമത്തെ വിസിലായിട്ടുണ്ട്. ഇത്ര വിസിലേ ആവശ്യമുള്ളൂ. നമുക്ക് ഒരുപാട് വെന്ത് ഉടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് വെന്ത് ആവി പോകുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ചിരവിയെടുക്കാം. കണ്ടോ, അത്രയും തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടോ, ഒരുപാട് തേങ്ങ വേണ്ട, കുറച്ച് ജീരകവും ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും ജീരകം നിർബന്ധമാണ്, മറക്കരുത്. എന്നാലും ഒരുപാട് വേണ്ട, എൻ്റെ ആവശ്യത്തിനുള്ള നുള്ളു ജീരകം വെക്കണം. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട് 2 വിസിലിൽ. കണ്ടോ, ഞാൻ സ്ലോ ഫ്ലെയിമിലിട്ടാണ് വേവിക്കാറ്. അതുകൊണ്ട് അതിൻ്റെ ഷേപ്പൊക്കെ കണ്ടോ, ഇളവൻ്റെ രൂപമൊന്നും മാറിയിട്ടില്ല. ഒരുപാട് തീ കൂട്ടി അങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല. കുക്കറിൽ പെട്ടെന്ന് തന്നെ ആവും. അതുകൊണ്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ അത് വേവിച്ചെടുക്കാം. കണ്ടോ, വെന്ത് നന്നായി ഉടഞ്ഞിട്ടുമില്ല, നല്ല പാകമായിട്ട് വെള്ളമൊക്കെ ആവശ്യത്തിന് വന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഒന്നുകൂടി നമുക്ക് തിളപ്പിച്ച് ഇതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി കുറച്ച് തേങ്ങ, നമ്മൾ നേരത്തെ കാണിച്ച തേങ്ങ അരപ്പ് ഒഴിക്കാം. കണ്ടോ, തേങ്ങ അരച്ച് ഒട്ടും തന്നെ ഒരുപാട് വെള്ളം ഞാൻ ചേർത്തിട്ടില്ല. മിക്സി ജാറ് ഒന്ന് കഴുകിയ വെള്ളം കുറച്ചെടുത്ത്, ഇത്രയേ ഉള്ളൂ. ഒരുപാട് വെള്ളം നമുക്ക് ആവശ്യമില്ല. നമ്മൾ നന്നായി ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. തേങ്ങ ഒഴിച്ചാൽ കണ്ടോ, ഒരുപാട് വേവിക്കാനൊന്നും പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടോ, പാക വെള്ളമായിട്ടുണ്ട്. വീട്ടിലുണ്ടായ ഇളവനായതുകൊണ്ട് നല്ല രസമുണ്ടാവും കറി വെച്ചാലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പച്ചയിൽ കഴിച്ച് നോക്കിയൊരു കഷ്ണം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ടോ, ഇത് മൂടി വെക്കാനൊന്നും പോകരുത്. ഇതിങ്ങനെ ഇവിടെ കറിയുടെ അടുത്ത് തന്നെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് സ്ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ തേങ്ങ പതഞ്ഞ് പൊങ്ങി പാത്രം കൊണ്ടൊക്കെ മൂടി വെച്ചാൽ അതിലൊക്കെ പറ്റി പിടിച്ച് ടേസ്റ്റൊക്കെ പോകും. എടുത്ത് മെല്ലെ മെല്ലെ ഇളക്കി, എന്നാൽ ആ കഷ്ണങ്ങളൊന്നും ഉടയാത്ത രീതിയിൽ നല്ല സ്ലോയിലൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, എന്നാൽ പതഞ്ഞ് പൊങ്ങിയിട്ടുമില്ല. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിനി കറിയൊന്ന് മൺചട്ടിയിലേക്ക് മാറ്റാം. കണ്ടോ, പച്ചക്കറി വെക്കുന്നതിൻ്റെ ചെറിയ ചട്ടിയാണ്. കണ്ടോ, ഇവിടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, പാക വെള്ളത്തിലൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, ലോസും ഇല്ല, നല്ല ടൈറ്റും ഇല്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവ് ചെയ്യാം. ചട്ടി ചൂടായി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഇട്ട് കറി വറവിടാറില്ല. കാരണം തേങ്ങ ഇടുമ്പോൾ തന്നെ ഒരു വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. കടുക് ഇട്ട് ചൂടായി വന്നതിന് ശേഷം കടുകിട്ട്, കടുക് പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്യണം. എന്നാലേ ഉള്ളൂ കറിക്ക് ആ ടേസ്റ്റ് ഉണ്ടാവുക. ഒരിക്കലും കടുക് പൊട്ടാതെ ബാക്കി സാധനങ്ങൾ ഇടാൻ പാടില്ല. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പിലയൊക്കെ ചേർക്കാം. ഇതെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 2 വറ്റൽമുളക് ഇതിലേക്ക് ചേർക്കാം. ഉണ്ടോ, 2 വറ്റൽമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിക്കാം. കണ്ടോ, കറിയിലേക്ക് ഒഴിക്കാം. കണ്ടോ, കറി വറവ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ഈ കറി ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടത്തിനായിരിക്കും ഉണ്ടാക്കുന്നത്. ഈ മോഡൽ ഒന്ന് വെച്ച് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം. അപ്പോൾ ഇതാ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ, നല്ല ടേസ്റ്റിയാണ്. ഞാൻ ടേസ്റ്റ് നോക്കിയിരുന്നു, നല്ല രുചിയുണ്ട്. വീട്ടിലുണ്ടായ ഇളവൻ കുമ്പളങ്ങ ആയതുകൊണ്ട് നല്ല രുചിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാൻ. കണ്ടോ, നല്ല കറിയാണ്. പാക വെള്ളത്തിൽ നല്ല തിക്കിൽ വന്നിട്ടുണ്ട്. നല്ല ലൂസും ഇല്ല, നല്ല ടൈറ്റും ആയിട്ടില്ല. അങ്ങനെ എല്ലാവരും ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, പരിപ്പൊക്കെ വെന്ത് നല്ല പാകത്തിൽ വന്നിട്ടുണ്ട്.
എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ തേങ്ങ നരയ്ക്കേണ്ട ഒരു ഇത്തിരി ടൈമേ ഉള്ളൂ വേണ്ടതുള്ളൂ. കണ്ടോ, ഇടയ്ക്ക് മീനും ചിക്കനൊക്കെ വെക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ കറി. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം. എൻ്റെ ചെറിയ വീട്ടിലുണ്ടാക്കുന്ന സാധാരണ കറികളാണ് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക്. പിന്നീട് വീഡിയോ കാണുന്നവരെ ഓക്കെ ബായ്.